അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിന്റെ അവസാന പത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പത്തിലെ അവസാന പത്തിലെ ഓരോ രാവുകളും ലൈലത്തുൽ ഖദ്റിനെ ഏറെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ്. അതിൽ തന്നെ ഒറ്റയിട്ട രാവുകൾക്ക് പ്രത്യേകം മഹത്വം കൽപ്പിച്ച ഇബാദത്തുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവെ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹസുലാക്കി തരണേ അല്ലാ. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മജ്ലിസുകളിൽ കമൻറ്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും കോൾ ചെയ്തൊക്കെ പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും മുഴുവൻ പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അതിലേക്ക് നമ്മുടെ സ്ഥാപന നിർമ്മാണത്തിലേക്ക് മുതഅല്ലിമീങ്ങൾക്കാണ്, ദീനിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വിശുദ്ധമായ ദിനങ്ങളിൽ സദഖ ചെയ്തവരുണ്ട്. ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ മുവാസ എന്ന പദ്ധതി, അത് നമ്മുടെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ, അങ്ങനെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പാവപ്പെട്ട ഉസ്താദുമാർക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ആ ഒരു പദ്ധതി, അള്ളാഹുവെ അതിലേക്കും സഹായിച്ചവരുണ്ട്. അവരെയും നീ സഹായിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അവസാനം നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾ ഈ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളൊക്കെ ഫലമായി ഈ മജ്ലിസിന് വലിയ ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ അനുയോജ്യമായി വീട് കൊടുക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവരുണ്ട്. കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കാൻ അതിനുള്ള വഴികളൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ ജോലികളിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദുആ ചെയ്യാം. മജ്ലിസിലേക്ക് കടക്കുകയാണ്. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. ഇന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കാൻ, മലായിക്കത്തിൻ്റെ സംരക്ഷണം ലഭിക്കാൻ ഒരു ആയത്തുൽ കുർസി ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആദ്യമായി നമ്മൾ ഒരു 50 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. അള്ളാഹു പുറത്തു തന്നാൽ നമുക്ക് ഇത്ഖും മിനന്നാർ ലഭിച്ചു. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ഇത്ഖും മിനന്നാർ നൽകണേ അല്ലാഹ്. നരകമോചനം തരണേ അല്ലാഹ്. ഞങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ റഹ്മാനെ. ഈ റമളാനെ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം.
أستغفر الله العظيم 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 അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ റമളാൻ വിട പറയുന്നതിനു മുമ്പ് ഞങ്ങൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാർ, അല്ലാഹുവേ ആരൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടോ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ഈ അവസാനത്തെ പത്തിൽ ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രത്യേകമായ ദുആയാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദ്ർ ഇന്നാലിന്ന ദിവസമാണ് എന്ന് എനിക്ക് മനസ്സിലായാൽ, ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്റാണ്, ദുആയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, തീർച്ചയായും നീ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, മാപ്പ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, നീ പുറത്തു തരണേ അല്ലാഹ് എന്ന് ആശയം വരുന്ന, അർത്ഥം വരുന്ന ഈ മഹത്തായ ദുആ നമ്മൾ ചൊല്ലുകയാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. اللهم إنك عفو تحب العفو فاعف عني. 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 اللهم إنك عفو تحب العفو فاعف عني.
اللهم إنك عفو تحب العفو فاعف عني 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 അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ നീ അഫ്വ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണല്ലോ റഹ്മാനേ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് റഹ്മാനേ അല്ലാഹുവേ തഖ്വ കുറഞ്ഞവരാണ് ഇൽമു കുറഞ്ഞവരാണ് അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ നീ മാപ്പാക്കണേ അല്ലാ നീ പുറത്തു തരണേ റഹ്മാനേ അല്ലാഹുവേ ആഖിറത്തിലേക്കൊന്നും മാറ്റിവെക്കല്ലേ അല്ലാ ഈ റമളാനിൽ അഫ്വ ലഭിച്ച മുഅ്മിനീങ്ങളിൽ ഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്നത് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ കത്തിയാളുന്ന നരകക്കുണ്ടിൽ നിന്നും അല്ലാഹുവിനോട് മോചനം തേടുകയാണ് അല്ലാഹുവേ അഅ്തിഖ്നി മിനന്നാർ നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ എന്നെ മോചിപ്പിക്കണേ അല്ലാ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം തരണേ അല്ലാ സ്വർഗ്ഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പോവുകയാണ് മുഅ്മിനീങ്ങളെ ആത്മാർത്ഥമായി അർത്ഥം ചിന്തിച്ചുകൊണ്ട് ദുആ ചെയ്തോ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار
وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെയോ കുടുംബത്തെയോ അല്ലാഹുവേ നരകത്തിൻ്റെ വിറകുകളാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മുത്തുനബി തങ്ങളോടൊപ്പം സന്തോഷം പങ്കിടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന പത്താണ് അവസാനത്തെ 10. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ ഖദ്ർ ഓതാൻ പോവുകയാണ്. അല്ലാഹുവേ ലൈലത്തുൽ ഖദ്ർ ലഭിക്കാൻ ഇതൊരു കാരണമാക്കണേ അല്ലാഹ്, നീ കാരണമാക്കണേ റഹ്മാനെ. സൂറത്തുൽ ഖദ്ർ വലിയ മഹത്വമുള്ള സൂറത്താണ്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറഞ്ഞു, നബിയേ നമ്മുടെ ഉമ്മത്തിന്റെ ആയുസ് വളരെ കുറവാണല്ലോ നബിയേ, 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണല്ലോ നബിയേ എന്ന് സങ്കടം പറഞ്ഞപ്പോൾ അപ്പോൾ ഇറങ്ങിയ ആയത്താണ്, സൂറത്താണ് സൂറത്തു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള രാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആ ഒരു രാവ് ലഭിച്ചാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഖദ്ർ പാരായണം വർദ്ധിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ 21 തവണ ചൊല്ലുകയാണ്, ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم.
إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر
بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر إن شاء الله ഒരൽപ്പം സമയം തസ്ബീഹ് കൂടി ചൊല്ലി അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണല്ലോ തസ്ബീഹ് അത് ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد رحم الراحماയ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എന്ത് പ്രയാസമാണെങ്കിലും നീ നീക്കി കൊടുക്കണേ അല്ലാഹ് ഈ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ വളരെ പ്രയാസങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാഹ് അതിനുള്ള വഴികളൊക്കെ തുറന്നു കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ ജോലികളിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ് ഉള്ള വരുമാനത്തിൽ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ മനസ്സിന് നല്ല റാഹത്തും സമാധാനവും നൽകണേ റഹ്മാനേ അല്ലാഹുവേ കുടുംബ പ്രശ്നങ്ങളിൽപ്പെട്ട് ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അല്ലാഹുവേ എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാഹ് പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകൾ വർഷങ്ങളായി പ്രയാസമുള്ളവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ അവർക്ക് നീ ക്ഷമിക്കുന്നതിനുള്ള വലിയ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ അതിൽ നിന്ന് നീ മോചനം നൽകണേ റഹ്മാനേ അല്ലാഹ് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് നല്ല റാഹത്തുള്ള മനസ്സ് കൊടുക്കണേ അല്ലാഹ് സന്തോഷം കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ അതുപോലെ തന്നെ ഒരുപാട് സഹോദരന്മാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ വീടില്ല നല്ലൊരു വീടിന് വേണ്ടി ചെറിയൊരു വീടാണെങ്കിലും അല്ലാഹുവേ എല്ലാവർക്കും നല്ല സൗകര്യമുള്ളൊരു വീട് കൊടുക്കണേ അല്ലാഹ് നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റഹ്മാനെ വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട് അല്ലാഹുവേ നല്ല സ്വന്തമായൊരു വീട്ടിൽ താമസിക്കാൻ അവർക്ക് നീ വിദൂരമല്ലാത്ത ഭാവിയിൽ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്
അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, റഹ്മാനായ റബ്ബേ അസുഖങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാ, ശിഫ ചെയ്തു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ എന്ത് അസുഖമാണെങ്കിലും ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാ നിനക്കറിയാമല്ലോ അവരുടെ അസുഖങ്ങൾ, നീ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫയാക്കണേ റഹ്മാനേ. അല്ലാഹുവേ മക്കളുടെ വിഷയം പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, മക്കളെ കെട്ടിച്ചയച്ചതിലുള്ള പ്രയാസം പറഞ്ഞ് അല്ലാഹുവേ എല്ലാം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനേ. അതുപോലെ തന്നെ മക്കളുടെ എക്സാമുകളിൽ ഉന്നത വിജയം ലഭിക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ഉന്നത വിജയം കൊടുക്കണേ അല്ലാ, നല്ല ഭാവിയിൽ നല്ല ജോലി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെയൊക്കെ ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അതുപോലെ തന്നെ പല സഹോദരിമാരും ഡിവോഴ്സായിട്ട് വർഷങ്ങളായി രണ്ടാമതൊരു വിവാഹത്തിന് കാത്തിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നല്ല ബന്ധങ്ങൾ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ, നല്ല കുടുംബജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വിവാഹപ്രായമെത്തിയവരുണ്ട്, അല്ലാഹുവേ നല്ല അനുയോജ്യമായ ഇണകളെ കൊടുക്കണേ റഹ്മാനെ, നല്ല കുടുംബജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. നിന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കുമൊക്കെ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, നിന്റെ കാവൽ നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക്, ഭർത്താക്കന്മാർക്ക്, അല്ലാഹുവേ സഹോദരന്മാർക്ക് എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാ. ജോലികളിൽ ആദ്യത്തേതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായി നല്ല ബറക്കത്തോടെ മുന്നോട്ട് പോകാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതൊക്കെ നീക്കി കൊടുക്കണേ അല്ലാ. യുദ്ധം ലോകത്ത് തന്നെ അവസാനിപ്പിക്കണേ റഹ്മാനേ. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, നീ എല്ലാം അറിയുന്നവനാണല്ലോ, നീ അതെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, റമളാൻ കൊണ്ട് വിജയിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.